എ സൺ ഫോർ എ സൺ എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ സീസൺ 2 എപ്പിസോഡ് 1 പേര്. കഴിഞ്ഞ സീസണിലെ ഇവന്റ്സിനെ ഫോർഷാഡോ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഈ പേര് തന്നെ ഇട്ടത്. കാരണം കഴിഞ്ഞ സീസണിന്റെ അവസാനം റെനേരയുടെ മകനായ ലുസേരിസ് ടാർഗേറിയനെ എയ്മുണ്ട് കൊല്ലും നമ്മൾ കണ്ടതാണ്. സോ അതിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ ഗ്രീൻസിന്റെ ഭാഗത്ത് ഒരു കുട്ടിയുടെ മരണം എന്ന രീതിയിലായിരുന്നു ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് സ്ട്രക്ചർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എപ്പിസോഡിന് കൊടുക്കാൻ പറ്റിയ വളരെ ആപ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെയുള്ള ടൈറ്റിൽ ഇൻട്രോ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഗെയിം ഓഫ് ത്രോൺസിൽ ഉടനീളം അതിന്റെ എല്ലാ സീസണുകളിലും നമ്മൾ ടൈറ്റിൽ ഇൻട്രോയിൽ വലിയ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ എൻറ്റയറിറ്റിയിൽ ഒരേപോലെ തന്നെ ആയിരുന്നെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിന്റെ ഹൗസസ് മാറുമ്പോൾ മാറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിലേക്ക് വരുമ്പോൾ അതിന്റെ 2 സീസണുകളിലും വളരെ വ്യത്യസ്തമാർന്ന 2 ടൈറ്റിൽ ഇൻട്രോസ് നമുക്ക് കാണാൻ സാധിക്കാം. ആദ്യ സീസണിൽ ടാർഗേറിയൻ ഫാമിലി ട്രീയും ടാർഗേറിയൻ ലിനിയേജും മാത്രമായിരുന്നു കാണിച്ചതെങ്കിൽ സെക്കൻഡ് സീസണിലെ ടൈറ്റിൽ ഇൻട്രോയിലേക്ക് വരുമ്പോൾ അവിടെ ടാർഗേറിയൻ ഹിസ്റ്ററി മുഴുവനായിട്ടാണ് കാണിക്കുന്നത്. ഈവൻ വലേറിയ മുതലുള്ള ടാർഗേറിയൻസിന്റെ ഇവന്റ്സും ഇപ്പോൾ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഇവന്റ് നടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചു തരുന്നത്. ആൻഡ് ഇതിനെ തുടർച്ചയായിട്ട് ഇനി വരും എപ്പിസോഡുകളിൽ അടുത്ത ക്യാരക്ടേഴ്സും ക്യാരക്ടർ ഡെത്തുകളൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഇൻട്രോയിൽ വലിയ മാറ്റങ്ങളും വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഇൻട്രോയിൽ കാണിച്ച കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി പറയാൻ നിന്നാൽ ഒരുപാടാവും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അത് ചെയ്യാം. ആൻഡ് ഈ ടൈറ്റിൽ ഇൻട്രോ കഴിഞ്ഞ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നേരെ വിന്റർഫെൽ കാണിച്ചുകൊണ്ടാണ്. അത് ഭയങ്കര നൊസ്റ്റാൾജി ചെയ്യുന്ന ഒരു ഫീൽ കൂടിയാണ്. കാരണം നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ആദ്യ എപ്പിസോഡ് തുടങ്ങുന്നത് നോർത്ത് കാണിച്ചുകൊണ്ടായിരുന്നു, വാളും വിന്റർഫെലൊക്കെ കാണിച്ചുകൊണ്ട്. സോ ഇനീഷ്യലി ഒരു റേവൺ അങ്ങോട്ട് പറന്നെത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡ്രാഗൺ സ്റ്റോറിൽ നിന്നും ലുസേരിസ് മരിച്ചു എന്നൊരു വാർത്ത നോർത്തിലേക്ക് കൊണ്ടുവരുന്ന റേവൺ ആയിരിക്കും ഒരു പക്ഷേ അത്. ആൻഡ് അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്രീഗൻ സ്റ്റാർക്ക് എന്നൊരു ക്യാരക്ടറെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഇവന്റ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ വിസേരിസ് ടാർഗേറിയനൊക്കെ രാജാവായിരിക്കുന്ന സമയത്ത് വിന്റർഫെൽ ഭരിച്ചുകൊണ്ടിരുന്ന റിക്കൺ സ്റ്റാർക്കിന്റെ മകനാണ് ഈ ക്രീഗൻ സ്റ്റാർക്ക്. സോ റിക്കൺ സ്റ്റാർക്ക് വിന്റർഫെൽ ഭരിച്ചുകൊണ്ടിരുന്ന അതേ കാലത്ത് തന്നെ നൈറ്റ്സ് വാച്ചിന് വേണ്ടി ഓത്തെടുത്ത് വാളിലേക്ക് പോയി വർക്ക് ചെയ്ത് അവിടുത്തെ പിന്നീട് ലോർഡ് കമാൻഡർ ആയിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്രീഗൻ സ്റ്റാർ. സോ അങ്ങനെ എങ്ങനെയാണ് നൈറ്റ്സ് വാച്ചിലേക്ക് പോയത്, അല്ലെങ്കിൽ നോർത്തേൺ പീപ്പിൾസിന്റെ ഡ്യൂട്ടിയും സാക്രിഫൈസുകളൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു ഇനീഷ്യൽ സീക്വൻസുകൾ മുന്നോട്ട് പോയത്. ഈ ക്രീഗൻ സ്റ്റാർക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സീരീസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. വരും സീസണുകളിലും വരും എപ്പിസോഡുകളിലൊക്കെ തന്നെ വലിയ വലിയ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിന്റെ വൂൾഫ് ഓഫ് ദി നോർത്ത് എന്നും വിളിപ്പേരുണ്ടായിരുന്നു. ആൻഡ് ക്രീഗൻ സ്റ്റാർക്ക് കൊണ്ടുനടക്കുന്ന ആ ഒരു സ്വാഡ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന്റെ പേരാണ് ഐസ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ നെഡ് സ്റ്റാർക്ക് യൂസ് ചെയ്ത സെയിം സ്വാഡ് തന്നെയാണ്. സോ സ്റ്റാർക്സിന്റെ കയ്യിൽ വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആൻസിസ്റ്ററൽ വലേറിയൻ സ്റ്റീലാണ് ഈ ഐസ്. സോ പണ്ട് മുതലേ ഇത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് പാസ് ചെയ്ത് ഇപ്പൊ ക്രീഗൻ സ്റ്റാറിലേക്ക് എത്തി. കുറെ കാലം കഴിഞ്ഞ് പാസ് ചെയ്തിട്ടാണ് അത് നെഡ് സ്റ്റാർക്കിലേക്ക് എത്തുന്നത്. സോ ഒരു കണക്കിന് വേണമെങ്കിൽ നെഡ് സ്റ്റാർക്കിന്റെ മുത്തശ്ശന്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ക്യാരക്ടറിനെ. ആൻഡ് നെഡ് സ്റ്റാർക്കിന്റെ മരണശേഷം ഈ ഒരു ഐസിനെ ബ്രേക്ക് ചെയ്ത് 2 ആക്കി ഒന്ന് ജോഫ്രിക്കും ഒന്ന് ജെയ്മിക്കും കൊടുക്കുന്നത് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടതാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടാനായിട്ട് ജെസേരിസ് ടാർഗേറിയൻ വാളിലേക്ക് എത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ സീസണിന്റെ അവസാന എപ്പിസോഡിൽ കണ്ടതാണ്. റെനേറിയ തന്റെ 2 മക്കളെയും 2 സ്ഥലത്തേക്ക് അയച്ചു. അങ്ങനെ ലുസേരിസ് ടോംസ്റ്റനിലേക്ക് എത്തിയപ്പോഴാണ് വാഗാറിന്റെ എയ്മുണ്ടും കൈകൊണ്ട് മരിച്ചത്. അറ്റ് ദ സെയിം ടൈം ജെസേരിസ് ആവട്ടെ ആദ്യം തന്നെ പോയത് വെയിലിലേക്കാണ്. ഈ എപ്പിസോഡിന്റെ ബാക്കിയുള്ള സീക്വൻസുകളിൽ ജെസേരിസ് റെനേറിയെ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. വെയിലിലെ ആർമിനെ മുഴുവൻ റെനേറിയുടെ ഭാഗത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പകരം അവർക്ക് വെയിൽ ഗാർഡ് ചെയ്യാനായിട്ട് ഒരു ഡ്രാഗണെ കൊടുക്കണം. ഇതായിരുന്നു അവർ തമ്മിലുള്ള പാക്ട്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബുക്കിൽ. പക്ഷെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സീരീസിൽ ആവശ്യമില്ല. ആൻഡ് ഇപ്പൊ വെയിൽ ഭരിക്കുന്നത് ജെയിൻ ആരൻ എന്ന ക്യാരക്ടറാണ്. ആൻഡ് വെയിലിൽ പോയ ശേഷം നേരെ സിസ്റ്റർ ടണിലേക്കും അത് കഴിഞ്ഞ് വൈറ്റ് ഹാർബറിലേക്കും പിന്നെ വിന്റർഫെല്ലിലേക്കും പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വാളിലേക്ക് എത്തിയിട്ടുള്ളത്. സോ നോർത്തിന്റെ മുഴുവൻ പാക്ട് അല്ലെങ്കിൽ അവരുടെ മുഴുവൻ സപ്പോർട്ട് ബ്ലാക്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലുസേരിസ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ജെസേരിസ് വന്നിട്ടുള്ളത് വെർമാക്സ് എന്ന ഡ്രാഗണിലാണ്. ആൻഡ് ജെസേരിസും ക്രീഗനും തമ്മിലുള്ള സംഭാഷണത്തിൽ ടോറൻ സ്റ്റാർക്കിനെ പറ്റി പറയുന്നുണ്ട്. ഈ ടോറൻ സ്റ്റാർക്ക് പണ്ട് എയ്ഗോൺ ദി കോൺക്വറർ വെസ്റ്ററോസിലേക്ക് വന്ന് മുഴുവനായിട്ട് കോൺക്വർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള അവിടുത്തെ വലിയ ലോർഡ്സും രാജാക്കളും ഒക്കെ തന്നെ റിബല്യൻ ചെയ്തു. അങ്ങനെ റിബല്യൻ ചെയ്ത സമയത്ത് സ്റ്റാർക്സും റിബല്യന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും എയ്ഗോന്റെ മുമ്പിൽ മുട്ടുപടിക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു ടോറൻ സ്റ്റാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ടോറനെ ദ കിങ് ഹു നെൽറ്റ് അല്ലെങ്കിൽ കിങ് ഹു ബെൻഡ് ദ നീ എന്നൊക്കെ പറയുന്നത്. ഈ ടോറിനെ പറ്റി ഗെയിം ഓഫ് ത്രോൺസിലും പറയുന്നുണ്ടായിരുന്നു പല സമയത്തും. സോ അങ്ങനെ ഈ സ്റ്റാർക്സ് ടാർഗേറിയൻസിന് മുമ്പിൽ മുട്ടുമടക്കിയത് യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേ യൂണിറ്റി ഇപ്പോഴും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജെസേരിസ് ക്രീഗനെ കൺവിൻസ് ചെയ്യിക്കുന്നത്. ആൻഡ് 2000 പേരെ തന്റെ കയ്യിൽ നിന്ന് വിട്ടുതരാം എന്നും ക്രീഗൻ അവിടെ പറയുന്നുണ്ട്. സോ ക്രീഗൻ സ്റ്റാർക്ക് അല്ലെങ്കിൽ സ്റ്റാർക്സ് മുഴുവനായിട്ട് ബ്ലാക്സിന്റെ കൂടെ ആയിരിക്കും നിൽക്കുക. ഇതേ സമയത്ത് തന്നെ ജെസേരിസ് ബിയോണ്ട് വാളിലേക്ക് നോക്കുന്ന സമയത്ത് ക്രീഗൻ പറയുന്ന വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതും ആൻഡ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അതായത് ക്രീഗന്റെ അച്ഛനായ റിക്കൺ സ്റ്റാർക്ക് പണ്ട് നോർത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ രാജാവായ ജഹേരിസ് ടാർഗേറിയനും വൈഫായ അലിസൻ ടാർഗേറിയനും വാളിലേക്ക് എത്തിയിരുന്നു അവരുടെ ഡ്രാഗണിൽ. ഈ ജഹേരിസ് ടാർഗേറിയനാണ് നമ്മൾ ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ ആദ്യ എപ്പിസോഡിന്റെ ഫസ്റ്റ് സീനിൽ അല്ലെങ്കിൽ പ്രലോഗിൽ കണ്ട ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിന്റെ കാലശേഷമാണ് വിസേരിസ് രാജാവായത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ നടക്കുന്നത്. സോ അന്ന് ജഹേരിസും അലിസനും വന്നത് വെർമിത്തോറിലും സിൽവർ വിങ്ങിലും ആയിരുന്നു. ജഹേരിസിന്റെ ഡ്രാഗൺ ആയിരുന്നു വെർമിത്തോർ, സിൽവർ വിങ് അലിസന്റെ ഡ്രാഗണും. സോ അന്നുണ്ടായിരുന്ന വെസ്റ്ററോസിലെ ഏറ്റവും വലിയ ഡ്രാഗൺസ് ആയിരുന്ന ഈ 2 എണ്ണം ഉണ്ടായിട്ട് പോലും ബിയോണ്ട് ദി വാൾ കടക്കാൻ ആ 2 ഡ്രാഗൺസും പേടിച്ചിരുന്നു എന്നാണ് ക്രീഗൻ സ്റ്റാർക്ക് പറയുന്നത്. ആൻഡ് ആ സാധനം ഗെയിം ഓഫ് ത്രോൺസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്ന ഒരു പോയിന്റ് ആണ്. കാരണം ഇതിന് മുമ്പും ഡ്രാഗൺസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അവർ
ക്രോസ് ചെയ്യാൻ പേടിച്ചിരുന്നു. അതിനപ്പുറത്ത് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് ഡ്രാഗൺസിന് ഭയം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് ഡിനോട്ട് ചെയ്യുന്നത് വൈൽഡ്ലിങ്സിനെയും വൈറ്റ് വാക്കസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നൈറ്റ് കിങ്ങിനെ കുറിച്ചായിരിക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അങ്ങോട്ട് എത്തിയാൽ നൈറ്റ് കിങ് എന്താണ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു. മൂപ്പര് ഒരു ജാവലിൻ ത്രോ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഡ്രാഗൺസ് ഒക്കെ എന്നൊക്കെ. ഡ്രാഗണ് പേടിയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങോട്ട് പോകാണ്ടിരുന്നത്. ആൻഡ് കുറെ തിയറീസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ അറ്റ് ദ സെയിം ടൈം വേറെ വൈൽഡ് ഡ്രാഗൺസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈറ്റ് വാക്കേഴ്സിന്റെ കയ്യിൽ ഡെഡ് ഡ്രാഗൺസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ തിയറീസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഡ്രാഗൺസ് ഇതിനു മുമ്പും വാളിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങോട്ട് കടക്കാൻ പേടിച്ചിട്ടുണ്ട് എന്ന് ബുക്കിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് സീരീസിലും കാണിക്കുന്നത്. ആൻഡ് ബുക്കിനേക്കാൾ കൂടുതലായിട്ട് സീരീസിൽ കാണിച്ച ഇവന്റ്സുമായിട്ട് ടൈപ്പ് ചെയ്യാൻ ഇതിൽ ഈ ഒരു സീക്വൻസിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലുസേരിസ് മരിച്ചു എന്ന വാർത്ത അങ്ങോട്ടേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് ഡ്രാഗൺ സ്റ്റോൺ ആണ്. ഡ്രാഗൺ സ്റ്റോണിന് തൊട്ടുപുറത്തുള്ള സീയിൽ തന്റെ പെട്രോളിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് റെയ്നിസ് ടാർഗേറിയൻ. എന്തിനാണ് പെട്രോളിംഗ് നടത്തുന്നത് ചോദിച്ചാൽ, ഓൾറെഡി ബ്ലാക്സും ഗ്രീൻസും തമ്മിൽ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ കോർലിസ് വലേറിയൻ തന്റെ ഫ്ലീറ്റ് ഉപയോഗിച്ച് ഒരു നേവൽ ബ്ലോക്കേഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുള്ളറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ ഗള്ളറ്റിൽ വെച്ച് ഒരു വലിയ യുദ്ധം തന്നെ വരാതിരിക്കുന്നുണ്ട്. അതിനെ ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ഗള്ളറ്റ് എന്ന് പറയുന്നത് വെസ്റ്ററോസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ട് ആണ്. സോ ഗള്ളറ്റിലൂടെ വേണം ഈസ്റ്റിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിങ്സ് ലാൻഡിലേക്ക് ട്രേഡ്സ് നടത്താൻ. സോ ആ ഒരു ഏരിയ മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്താൽ കിങ്സ് ലാൻഡിലേക്ക് ഒരു ട്രേഡ് നടക്കില്ല. അവിടെ മുഴുവനായിട്ട് ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നേവൽ ബ്ലോക്കേഡ് ഇവർ ഉണ്ടാക്കി വെച്ച് അതിന് പുറത്തുള്ള പെട്രോളിംഗ് ആണ് ഇപ്പോൾ റെയ്നിസും ബാക്കിയുള്ള ബ്ലാക്സ് മുഴുവനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എങ്ങനെങ്കിലൊക്കെ പവർ അക്വയർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഡെയ്മൺ ടാർഗറിയനെ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് എന്റെ മകൻ മരിച്ച സങ്കടത്തിലായിരിക്കുന്ന റെനീറയെ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ സീസണിൽ നടന്ന ഇവന്റ്സിന്റെ ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. ആൻഡ് ഇത് കഴിഞ്ഞ് കോർലിസ് വലേറിയൻ താൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നേവൽ ബ്ലോക്കേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷിപ്സിൽ ഒന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കാണിച്ചു തരുന്നുണ്ട്. ഈ ക്യാരക്ടറിന്റെ പേരാണ് അലിൻ ഓഫ് ഹൾ. ഈ ഹള്ളും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടേഴ്സിൽ ഒന്നാണ് വരും എപ്പിസോഡുകളിൽ. പണ്ട് സ്റ്റെപ്പ് സ്റ്റോൺസിൽ വെച്ച് ക്രാഫ്റ്റ് ഫീഡറിനെതിരെയുള്ള ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ കോർലിസ് വലേറിയൻ കടലിനകത്ത് മുങ്ങി മരിക്കാൻ പോയി എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ നിന്ന് രക്ഷിച്ച ക്യാരക്ടറാണ് ഈ ഒരു ഹൾ. ആൻഡ് അവിടെ ചെറിയൊരു ഡാഗർ കാണിക്കുന്നുണ്ട്. ഇത് ലൂക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ ലൂക്കിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കോർലിസ് ഒരു ബ്ലാക്ക് സ്മിത്തിനെ കൊണ്ട് പറഞ്ഞ് പണിയിപ്പിച്ച ഒരു ഡാഗർ ആണ്. പക്ഷെ ലൂക്കിന്റെ മരണശേഷം ഹള്ള് അത് നേരെ കോർലിസിന് തിരിച്ചു കൊടുക്കുന്ന സീക്വൻസ് ആണ് കാണിക്കുന്നത്. ഒരു പക്ഷേ വരും എപ്പിസോഡുകളിൽ ഈ ഒരു ഡാഗറും വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാവും. ദെൻ നേരെ കിങ്സ് ലാൻഡിലേക്ക് വന്നാൽ അവിടെ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടുത്തെ സിറ്റി വെച്ച് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാഗൺ അറ്റാക്ക് ഉണ്ടായാൽ പെട്ടെന്ന് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്കോർപ്പിയോൺ ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ഓൾറെഡി നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുള്ളതാണ് ഈ സ്കോർപ്പിയോൺ. എന്റെ ഓർമ്മയിൽ ഒരു 6ാമത്തെ സീസണിലേക്ക് എത്തുന്ന സമയത്താണ് ഈ സ്കോർപ്പിയോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു ഇവന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് എയ്ഗോന്റെ കോൺക്വസ്റ്റ് മുതലേ, അല്ലെങ്കിൽ എപ്പോൾ മുതലാണോ ടാർഗേറിയൻസ് വെസ്റ്ററോസിലേക്ക് വന്നത് അപ്പോൾ മുതൽ ഡ്രാഗൺസിനെതിരെ യൂസ് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ സ്കോർപ്പിയോൺ. അപ്പോഴാണ് വാഗാറായിട്ട് പറഞ്ഞു വരുന്ന എയ്മോണ്ടിനെ കാണിച്ചു തരും. അത് കഴിഞ്ഞ് എയ്ഗോന്റെ വൈഫായ ഹെലേനയെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു ഈ ഹെലേന. എയ്ഗോൺ ഇപ്പൊ ഹെലേനയിൽ 2 മക്കളുണ്ട്. ബുക്കിൽ 3 ആയിരുന്നു, ഇതിൽ 2 കാണിക്കുന്നുള്ളൂ. ജഹേരിസും ജഹേരി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജഹേരിസ് അതേ പേര് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് ഇട്ടിട്ടുള്ളത്. സോ മകനായ ജഹേരിസും ഉണ്ട്, മകളായ ജഹേരി ഉണ്ട്. രണ്ടുപേരും ഈക്വലി കാണാൻ ഒരേപോലെ ഉണ്ടാവും. ഏതാണ് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കില്ല. ഒന്ന് ആൺകുട്ടി ഒന്ന് പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് അലിസന്റും ക്രിസ്ത്യൻ കോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സ്മോൾ കൗൺസിൽ തുടങ്ങുന്നത്. സോ ഈ സ്മോൾ കൗൺസിലിന് മുമ്പ് തന്നെ ഇടയ്ക്കൊക്കെ പല സമയത്തായിട്ട് ചീസ് എന്നൊരു ക്യാരക്ടറിനെ അവിടെ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ക്യാരക്ടർ ഒരു റാറ്റ് കാച്ചർ ആണ്. ഈ എപ്പിസോഡിന്റെ പിന്നീടുള്ള സമയത്തൊക്കെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. സോ ഇത് ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പും കഴിഞ്ഞ സീസണുകളിലും കൊട്ടാരത്തിനുള്ളിൽ ഫുൾ ആയിട്ട് റാറ്റ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഫോർഷാഡോ ചെയ്തുകൊണ്ടായിരുന്നു റാറ്റ്സിനെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ റാറ്റ്സ് മുഴുവൻ നടന്ന സമയത്ത് റാറ്റ് കാച്ചർ ആയിട്ട് വന്നൊരു ക്യാരക്ടറാണ് ഈ ഒരു ചീസ്. ഈ ഒരു എപ്പിസോഡിൽ പല പല സ്ഥലങ്ങളായിട്ട് ചീസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് രാജാവായ എയ്ഗോൺ ടാർഗേറിയൻ, ദെൻ രാജാവിന്റെ കിങ്സ് ഗേൾ ആയ ക്രിസ്ത്യൻ കോൾ, ദെൻ അഡ്വൈസർ ആയ അലിസൺ ഹൈറ്റവർ, ഹാൻഡ് ഓഫ് ദി കിങ് ആയ ഓട്ടോ ഹൈറ്റവർ, മാസ്റ്റർ ഓഫ് ദി ലോ ആയ ജാസ്പർ വൈൽഡ്, ഗ്രാൻഡ് മാസ്റ്റർ ഓർവിൽ, ആൻഡ് മാസ്റ്റർ ഓഫ് ദി കോയിൻ ടൈലൻ ലാനിസ്റ്റർ. ഈ ടൈലന്റിന് വേറൊരു ബ്രദർ കൂടിയാണ്, നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. ആളിപ്പോ കാസ്ലി റോക്കിലാണ്, അവിടെ വേറൊരു യുദ്ധം പ്ലാൻ ചെയ്യാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. സോ ആ സ്മോൾ കൗൺസിലേക്ക് തന്നെ മകനായ ജഹേരിസിനെ കൊണ്ടായിരുന്നു എയ്ഗോൺ വന്നത്. ആൻഡ് ജഹേരിസ് അവിടെ കിടന്ന് പോക്കൃതരം കാണിച്ച് ടൈലന്റിനൊക്കെ വെറുപ്പിക്കാൻ നമ്മൾ കണ്ടു. ആൻഡ് ഈ സ്മോൾ കൗൺസിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എയ്മോണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആൻഡ് ഇവരെല്ലാവരും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻസിന്റെ കൂടെ ആരൊക്കെ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ്. സോ ഓൾറെഡി ബറാത്തിയോൺസും ഹൈറ്റവറും ലാനിസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഗ്രീൻസിന്റെ കൂടെ ഉണ്ട്. സോ കഴിഞ്ഞ സീസണിൽ എയ്മോണ്ട് തോംസണിലേക്ക് ബറാത്തിയൻസിനെ കാണാൻ പോയപ്പോൾ അവിടെയുള്ള ഫ്ലോറൻസ് ബറാത്തിയൻ എന്ന ക്യാരക്ടറിനെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എയ്മോണ്ട്, ഈ ഒരു യുദ്ധത്തിൽ തന്റെ ആർമിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ ബ്ലാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഗുള്ളറ്റിലെ ബ്ലോക്കേഡ്, അതിനെപ്പറ്റി ഇവർ ചർച്ച ചെയ്യുന്നത്. ആ ഒരു ബ്ലോക്കേഡ് കുറെ കാലത്തേക്ക് നിന്നാൽ ശരിയാവില്ല, അതിനെ എതിർത്ത് നിൽക്കണം എന്നൊക്കെ തന്നെ ഇവർ ചർച്ച ചെയ്യുന്ന സമയത്തും അലിസന്റിന് ഇതിലൊന്നും താല്പര്യമില്ല. എങ്ങനെങ്കിലും ഒരു യുദ്ധം ഒഴിവാക്കാനാണ് അലിസന്റ് നോക്കുന്നത്. പക്ഷേ വാർ ഇസ് ഇന്നോവേറ്റബിൾ, അതൊരിക്കലും തടുക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇവർ ചർച്ച ചെയ്യുന്ന മറ്റൊരു വലിയ സ്ട്രാറ്റജിക് പോയിന്റ്സിൽ ഒന്നാണ് ഹാരൻഹൾ. സോ ഹാരൻഹൾ കിട്ടിയ ഒരു വലിയ കൺട്രോൾ ഇവർക്ക് തന്നെ കിട്ടും. സോ അടുത്ത പ്രധാന യുദ്ധം ഗള്ളറ്റിനേക്കാൾ കൂടുതലായിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടും ചെയ്യേണ്ടത് ഹാരൻഹളിന് വേണ്ടിയിട്ടാണ്. സോ ഇപ്പൊ ഹാരൻഹൾ ഗ്രീൻസിന്റെ കൺട്രോളിലാണ്. സൈമൺ സ്ട്രോങ് ആണ് ഇപ്പൊ ഹാരൻഹൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കിങ്സ് ലാൻഡിങ്ങിലുള്ള ലാരി സ്ട്രോങ് എന്നൊരു ക്യാരക്ടറിന്റെ അങ്കിളാണ് ഈ ഒരു ക്യാരക്ടർ. പക്ഷെ ഇപ്പോ ഗ്രീൻസിന്റെ കൺട്രോൾ
റോളിലാണ് ഈ ഒരു ഹാരൻ ഹൾ എന്ന് നമുക്കറിയാം. ആൻഡ് ഇത് കഴിഞ്ഞാണ് റെനേറിയ മീൻപിടുത്തക്കാർക്ക് കിട്ടുന്ന അറാക്സിന്റെ വിങ്ങും ലുസേരിസിന്റെ ക്ലോത്തും ഒക്കെ കാണുന്നത്. ഇങ്ങനെ ഒരു സീന് ബുക്കിൽ ഇല്ലായിരുന്നു. ബുക്കിൽ ടീസ് ചെയ്യുന്നത് വാഗാറിന്റെ അറ്റാക്കിന് ശേഷം ആ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയോ കടലിൽ വീണെങ്കിലും മരിച്ചില്ല, ആ ഒരു ക്യാരക്ടറിന്റെ മെമ്മറീസ് മുഴുവനായിട്ട് നഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഫിഷർമാൻസിന്റെ കൂടെ ജീവിച്ചു പോയി ആ ഒരു ക്യാരക്ടർ എന്നൊക്കെയായിരുന്നു അതിൽ പ്രതിപാദിക്കുന്നത്. പക്ഷെ ഈ സീനായിരുന്നു ഭയങ്കരധികം ഫിറ്റിംഗ്. കാരണം റെനേറിയയ്ക്ക് നല്ലൊരു ക്ലോഷർ കിട്ടി, തന്റെ മകൻ മരിച്ചു എന്നുള്ള ആ ഒരു ടെൻഷൻസ് ഫുൾ ആയിട്ട് കയറാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സീക്വൻസ് കൂടിയായിരുന്നു അത്. സോ ബുക്കിൽ നിന്ന് വലിയൊരു വ്യത്യാസം വരുത്തുകയും അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു സീൻ കൂടിയായിരുന്നു അത്. അതിനുശേഷം കിങ്സ് ലാൻഡിംഗിൽ എയ്ഗോൺ തന്റെ ആൾക്കാരുടെ പരാതി കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സീക്വൻസുകൾ നമ്മൾ കണ്ടു. സോ ഇവിടെ എയ്ഗോൺ നമ്മുടെ ജോഫ്രീനെ പോലെയല്ല, അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ബുക്കിൽ രണ്ടും സിമിലർ ആയിട്ട് അതേപോലെയുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഈ ഒരു സീരീസിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഇതും ബുക്കിൽ നിന്നുള്ള വലിയ വ്യത്യാസമാണ്. ബുക്കിൽ ഭയങ്കര ഒരു ആന്റഗോണിസ്റ്റ് പ്രോപ്പർ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് എയ്ഗോണെ കാണിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ കാണിക്കാതെ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഈക്വൽ ആയിട്ട് ഒരു സൈഡ് ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകരെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് എയ്ഗോൺ ഇത്തരത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതുപോലെ എയ്ഗോണിന്റെ മുമ്പിൽ പരാതിയായിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഹ്യൂ ഹാമർ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന്റെ പരാതിയും എയ്ഗോൺ അപ്പൊ തന്നെ തീർക്കുന്നുണ്ട്. സോ ഓൾറെഡി ഗുള്ളറ്റിൽ വെച്ചൊരു ബ്ലോക്കേഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ട്രേഡ് റൂട്ട് ഒന്നും നടക്കുന്നില്ല. സോ വെപ്പൺസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒന്നും കിട്ടുന്നില്ല എന്ന പരാതിയായിരുന്നു ആ ഒരു ക്യാരക്ടറിന്. അത് അപ്പൊ തന്നെ എയ്ഗോൺ തീർത്തു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഹ്യൂ ഹാമറും നോട്ട് ചെയ്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. അതിനിടയിൽ ഓട്ടോ പല സമയത്തും ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ വിസേരിസിനെ പോലെയല്ല എയ്ഗോൺ എന്ന് ഓട്ടോയ്ക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. ആൻഡ് ഓട്ടോ ഈ കാര്യങ്ങളൊക്കെ പോയി പറയുന്നത് അലിസന്റിന്റെ അടുത്തും. പക്ഷെ അലിസന്റ് ഇതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തന്റെ തലയിൽ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ഒരു ക്യാരക്ടർ. കാരണം ഇതിനു മുമ്പ് ഓട്ടോ പറഞ്ഞത് കേട്ട് വിസേരിസിനെ പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു ആ ഒരു ക്യാരക്ടറിന്റെ പണിയെങ്കിൽ ഇപ്പോ തന്റെ മകനായ എയ്ഗോണെ എയ്മണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പണി. ആൻഡ് തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തിയാൽ ഇവിടെ വെച്ച് വലേറിയൻ ഫ്ലീറ്റിൽ നിന്നും ഇവർക്കൊരു സ്റ്റോ അവനെ കിട്ടുകയാണ്. ഇത് മറ്റാരും അല്ല മെയ്സേറിയ. നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട വൈറ്റ് ഓം എന്നൊരു ക്യാരക്ടർ. സോ ഡെയ്മൺ ആയിട്ട് ഈ ഒരു ക്യാരക്ടറിന്റെ റീയൂണിയനും ആൻഡ് എയ്ഗോണെ രാജാവാക്കാൻ വേണ്ടി ഓട്ടോ ഹൈറ്റോറിന്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടറിനെ അക്യൂസ് ചെയ്ത് തടവിലാക്കാൻ നോക്കുന്നുണ്ട് ഇനീഷ്യലി ഡെയ്മൺ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് കിങ്സ് ലാൻഡിംഗിലേക്ക് പോകണം. അവിടെ മെയ്സേറിയനെ കൊണ്ട് വേറെ ആവശ്യമുണ്ട് എന്ന് കാണുമ്പോൾ മെയ്സേറിയനെ പിന്നെയും യൂസ് ചെയ്യാണ് ഡെയ്മൺ ടാർഗേറിയൻ. ഇത് കഴിയുമ്പോഴാണ് റെനേറിയ ഡ്രാഗൺ സ്റ്റോണിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ അവർ കൗൺസിൽ കൂടുന്നുണ്ട്. ഇതിനെ ഇവർ ബ്ലാക്ക് കൗൺസിൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കിങ്സ് ലാൻഡിംഗിലുള്ള കൗൺസിലിനെ വേണമെങ്കിൽ ഗ്രീൻ കൗൺസിൽ എന്നും ഇതിനെ ബ്ലാക്ക് കൗൺസിൽ എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഈ ബ്ലാക്ക് കൗൺസിലിൽ റെനേറിയും ഡെയ്മണും അവരുടെ മക്കളായ ബെയിലിയും റെയിനും ഒക്കെ തന്നെ ഉണ്ട്. ആൻഡ് ഇവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത് ഡെയ്മണും ബെയിലിയും റെയിനും ഒക്കെ തന്നെ തങ്ങളുടെ ഡ്രാഗൺസിനെ എടുത്ത് ഹാരൻ ഹെല്ലി പിടിച്ചെടുക്കാം എന്നതായിരുന്നു ബ്ലാക്ക് കൗൺസിലിന്റെ ഇനീഷ്യൽ പ്ലാൻ. പക്ഷെ റെനേറി വന്ന ആദ്യം തന്നെ പറയുന്നത് തന്റെ മകനെ കൊന്ന എയ്മണ്ടിനെ തന്റെ മുമ്പിൽ എത്തിക്കാനാണ്. അത് കഴിഞ്ഞ് ജെയ്സ് തിരിച്ചെത്തി. ജെയ്സും റെനേറിയും തമ്മിലുള്ള റിയൂണിയൻ നമ്മൾ കണ്ടു. ദെൻ അത് കഴിഞ്ഞ് ലുസേരിസിന്റെ ഫ്യൂണറലാണ്. ഇവിടെ ഇവർ എങ്ങനെയാണ് സഫർ ചെയ്യുന്നത് അതേപോലെ തന്നെ എലിസന്റും ഇവർക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഷാഡോ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞാണ് ഡെയ്മൺ കിങ്സ് ലാൻഡിംഗിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് ബ്ലഡ് ആൻഡ് ചീസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ റിയൽ നെയിം എവിടെയും പറയുന്നില്ല, ബുക്കിലും പറയുന്നില്ല. ബ്ലഡ് ആൻഡ് ചീസ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ ഈ ബ്ലഡ് എന്ന് പറയുന്നത് പണ്ട് കിങ്സ് ഗാർഡിൽ വർക്ക് ചെയ്തൊരു ക്യാരക്ടറാണ്. ഡെയ്മൺ പണ്ട് കിങ്സ് ഗാർഡിന്റെ കമാൻഡർ ആയിരിക്കുന്ന സമയത്ത് ഡെയ്മണിന്റെ കൂടെ വർക്ക് ചെയ്തൊരു ക്യാരക്ടറാണ് ഈ ബ്ലഡ്. പക്ഷെ ഡെയ്മണെ കിങ്സ് ലാൻഡിംഗിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഈ എയ്ഗോൺ ഒക്കെ വന്നപ്പോഴേക്കും ഈ ഒരു കിങ്സ് ഗാർഡ് മുഴുവനായിട്ട് റീഷഫിൾ ചെയ്ത് അതിൽ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ തന്നെ പുറത്താക്കി. സോ അതുകൊണ്ട് തന്നെ ഹൈറ്റവർ കുടുംബത്തിനോട് അപ്പോഴേ വെറുപ്പുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ബ്ലഡ്. സോ ആ ഒരു ക്യാരക്ടറിന്റെ അടുത്ത് പോയിട്ടാണ് ഡെയ്മൺ സഹായം ചോദിക്കുന്നതും എയ്മണ്ടിനെ കൊല്ലാൻ പറയുന്നതും. ദെൻ ഇവർ രണ്ടുപേരും കൂടി നേരെ പോയി കാണുന്നത് ചീസ് എന്നൊരു ക്യാരക്ടറിനാണ്. ഈ ഒരു ക്യാരക്ടർ നേരത്തെ പറഞ്ഞ റാറ്റ് കാച്ചർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. കൊട്ടാരത്തിനകത്തെ എല്ലാ വഴികളും വ്യക്തമായിട്ട് അറിയുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സും കൂടി എയ്മണ്ടിനെ കൊല്ലാനായിട്ട് പോകുന്നു. പക്ഷെ ബുക്കിൽ എയ്മണ്ടിനെ തന്നെ കൊല്ലണം എന്നൊരിക്കലും പറയുന്നില്ല. an eye for an eye എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ വ്യക്തമായിട്ടും ഡെയ്മണ്ട് മുൻകാല ദേഷ്യമൊക്കെ കൂടി വെച്ചിട്ടാണ് എയ്മണ്ടിനെ തന്നെ കൊല്ലാനായിട്ട് ഇവർ രണ്ടുപേരും വിടുന്നത്. ആൻഡ് പിന്നീട് അങ്ങോട്ടുള്ള സീക്വൻസുകളിൽ സീരീസിൽ കാണിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ അസാസിൻ ക്രീഡ് ഗെയിംസിലൊക്കെ കാണുന്ന പോലെ ഇവർ രണ്ടുപേരും ഭയങ്കര സ്റ്റെൽത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം കൊട്ടാരത്തിനകത്ത് ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. അവരുടെ ഒന്നും തന്നെ കണ്ണിപ്പെടാതെ വളരെയധികം ശ്രദ്ധയോടെയാണ് ഇവർ നേരെ അലിസന്റെ റൂമിലേക്ക് എത്തുന്നത്. അവിടെ അതിനിടയിൽ സീരീസിൽ കണ്ട പോലെ വേറെ ക്യാരക്ടേഴ്സിനൊന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇവർ നേരെ അലിസന്റിന്റെ റൂമിലെത്തി. പക്ഷെ അലിസന്റിന്റെ റൂമിൽ അവിടെ ഹെലേനായിരുന്നു ഉണ്ടായിരുന്നത്. ഹെലേന തന്റെ 3 മക്കളെ അവിടെ ഉറക്കുമായിരുന്നു എന്നായിരുന്നു ബുക്കിൽ. ഇവിടെ 2 മക്കളേ ഉള്ളൂ. ആൻഡ് ഹെലേനയുടെ മുമ്പിൽ വെച്ച് തന്നെ മകനായ ജഹേരിസിനെ കഴുത്തറുത്ത് കൊല്ലുന്നതായിട്ടാണ് സീക്വൻസിൽ കാണിച്ചത്. പക്ഷെ ബുക്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മക്കളുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തേത് വളരെ ചെറിയ കുട്ടിയാണ്. ഈ ബ്ലഡ് ആൻഡ് ചീസ് ഇവരുടെ മുമ്പിലെത്തി ഹെലേനെ ഭീഷണിപ്പെടുത്തി ഇതിൽ ഏത് കുട്ടീനെ കൊല്ലണം എന്ന് ഹെലേനെ കൊണ്ട് തന്നെ ചൂസ് ചെയ്യിപ്പിച്ച് എന്നിട്ട് ഹെലേനെ ചൂണ്ടിക്കാണിച്ച കുട്ടീനെ അല്ലാതെ തൊട്ടടുത്ത് കിടന്ന കുട്ടീനെ കൊന്നു എന്നൊക്കെയായിരുന്നു ബുക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത്ര ബുക്കിനോട് അക്യുറേറ്റ് അല്ലെങ്കിലും ആ ടെൻഷൻ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഈ സീക്വൻസിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ബ്ലഡ് ആൻഡ് ചീസ് പോയ ശേഷം ഹെലേന അവിടെ തന്നെ ഇരുന്ന് ഈ ഒരു മരിച്ച കുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു എന്നൊക്കെയായിരുന്നു ബുക്കിൽ. പക്ഷെ സീരീസിൽ അങ്ങനെയല്ല. അവിടെ നിന്ന് അപ്പം തന്നെ ഹെലേന എസ്കേപ്പ് ആവാണ്. ആൻഡ് അത് കഴിഞ്ഞ് ഹെലേന നേരെ അലിസന്റിന്റെ റൂമിലേക്ക് എത്തുകയാണ്. അലിസന്റ് അവിടെ സ്ഥിരം പരിപാടിയിലായിരുന്നു. വേറെ ആരുടെ കൂടെ അല്ല, ക്രിസ്ത്യൻ കോളിന്റെ കൂടെ. സോ എന്നിട്ട് ഹെലേന ആൺകുട്ടിയായ ജഹേരിസിനെ അവർ കൊന്നു എന്ന് പറയുന്നതോടെയാണ് ഈ ഒരു എപ്പിസോഡ് തീർത്തത്. സോ എയ്ഗോന്റെ ഫസ്റ്റ് ബോൺ ആണ്, അല്ലെങ്കിൽ അടുത്ത രാജാവാവേണ്ട ക്യാരക്ടറാണ് ഈ ജഹേരിസ് ടാർഗേറിയൻ. സോ രാജകുമാരനെയാണ് ഇപ്പൊ ഈ 2 ക്യാരക്ടേഴ്സും കൂടി കൊന്ന
വന്നിട്ടുള്ളത്. ഇനി ഈ 2 ക്യാരക്ടേഴ്സിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടന്നത്. സൺ ഫോർ എ സൺ എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡിൽ റെനേറയുടെ മകനായ ലുസേരിസിനെ കൊന്നതിന് റിവഞ്ച് ആയിട്ട് ഈ സൈഡിൽ എയ്മണ്ടിനെ കൊല്ലാൻ വിട്ടിട്ട് പകരം എയ്ഗോന്റെ മകനായ ലുസേരിസിനാണ് ഇപ്പോൾ ഇവർ കൊന്നിട്ട് വന്നിട്ടുള്ളത്. സോ ഇനി ഇതിന്റെ ആഫ്റ്റർ മാത്ത് ആണ് വരും എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോവുക. ബാക്കിയുള്ള എപ്പിസോഡിന്റെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റുന്ന സ്പോയിലർ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഇവിടെ നിർത്തുന്നു. സോ ഈ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആദ്യം പറഞ്ഞ ആ ഒരു ടൈറ്റിൽ ഇൻട്രോ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം.